മലയാള സിനിമയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട 3 റിലീസുകൾ ഉണ്ടായ ദിവസമാണ്. വിഷു അവധിക്കാലം ആഘോഷിക്കാനെത്തിയ 3 സിനിമകൾക്കും ഗംഭീര റെസ്പോൺസ് ആണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ച റെസ്പോൺസ് നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ആവേശം. രോമാഞ്ചം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആവേശം എന്ന സിനിമ ഗംഭീര റിപ്പോർട്ടുകളാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. ആവേശം എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഗംഭീര ട്രാക്കിംഗ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഈ സമയം വരെ നേടിയെടുത്തിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് പ്രധാനപ്പെട്ട 3 മലയാള സിനിമകളാണ് പുറത്തു വന്നത്. വിനീതിന്റെ സംവിധാനത്തിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം, ഉണ്ണി മുകുന്ദന്റെ ജയ് ഗണേശ്, ഫഹദ് ഫാസിലിന്റെ ആവേശം. ഗംഭീര റിപ്പോർട്ടുകളും 3 സിനിമ നേടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആവേശത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം 597 ഷോ ആവേശത്തിൻ്റെതായി ട്രാക്ക് ചെയ്യുമ്പോൾ കാണാനെത്തിയ ഓഡിയൻസ് എന്ന് പറയുന്നത് 1,35,000 മുകളിലാണ്. തിയേറ്റർ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 78%. ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതുവരെ ചിത്രം കളിച്ചിരിക്കുന്നത് 130 ഹൗസ്ഫുൾ ഷോകളാണ്. ഇപ്പോൾ പറഞ്ഞ ഡാറ്റയെല്ലാം കേരളത്തിലെ ചിത്രം കളിക്കുന്ന തിയേറ്ററുകളുടെ അപ്ഡേറ്റ് ആണ്. ഈ സമയം വരെ 2 കോടിക്ക് അടുത്താണ്, അല്ലെങ്കിൽ 2 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആവേശം എന്ന സിനിമ ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3.5 കോടിക്കും 4 കോടിക്കും മുകളിൽ ചിത്രം നേടാൻ സാധിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ മികച്ചൊരു ഓപ്പണിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ മികച്ചൊരു കളക്ഷൻ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 5 കോടി 6 കോടി റേഞ്ചിൽ വരെ ചിത്രം സ്വന്തമാക്കാൻ സാധ്യതയേറെയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് ആവേശം എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.